പ്ലസ് വി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് അക്കൗണ്ട് മാസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. അത് അക്കൗണ്ട് മാസ്റ്റർ എടുക്കുന്നത് മാസ്റ്റേഴ്സ് അക്കൗണ്ട് മാസ്റ്ററാണ്. അതിന് ഷോർട്ട് കട്ട് വരുന്നുണ്ട്. F3 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇടത്തെ ഭാഗത്ത് നിങ്ങളെ മേജർ ആയിട്ടുള്ള അക്കൗണ്ട് ഹെഡുകൾ കാണാം. ട്രേഡിംഗ് ലയബിലിറ്റീസ്, അസറ്റ്, ട്രേഡിംഗ് എക്സ്പെൻസ്, ട്രേഡിംഗ് ഇൻകം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സ് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത് നിങ്ങൾക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ലയബിലിറ്റീസ് അണ്ടറിൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. സപ്ലയർ, കറണ്ട് ലയബിലിറ്റി, ക്യാപിറ്റൽ. അതുപോലെ തന്നെ അസറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് വരുന്നുണ്ട് ഫിക്സഡ് അസറ്റ്, കസ്റ്റമർ, കറണ്ട് അസറ്റ്, ലോൺ ആൻഡ് അഡ്വാൻസ്, ക്യാഷ് ആൻഡ് ബാങ്ക്. ഇനി ഇതിന് പുറമെ നമുക്ക് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് മാസ്റ്റർ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് ഗ്രൂപ്പാണോ വേണ്ടതെന്നുള്ളത് സെർച്ച് ചെയ്യുക. പിന്നെ അതിൻ്റെ മെയിൻ ഗ്രൂപ്പ് ഏതാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ അണ്ടറിൽ സാലറി അക്കൗണ്ടുകൾ, അങ്ങനെ ഏത് അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ഏതാണ് വരുന്നത് വെച്ചാൽ അവിടെ സെലക്ട് ചെയ്ത് മെയിൻ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്കൊരു കസ്റ്റമർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാൻ കസ്റ്റമർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മളൊരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് കോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളതായ കോഡുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കസ്റ്റമർ പേര്, ടെസ്റ്റ് കസ്റ്റമർ, പിന്നെ അവരെ അഡ്രസ്സും ഡീറ്റെയിൽസാണ്. നമുക്ക് കോമൺ ആയിട്ട് സേവ് ചെയ്യാൻ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇനി ഒരു അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. പ്ലേസിൽ നിങ്ങൾ അവരെ പ്ലേസ് കൊടുക്കാം. കാലിക്കറ്റ് ഏരിയ, ഒരു അഡ്രസ്സ് വരുന്നത്, അവരുടെ ഫോൺ നമ്പർ, പിന്നെ പിൻകോഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുത്തു വെക്കാവുന്നതാണ്. പിന്നെ ഇമെയിൽ ID, പിന്നെ അവരുടെ GST നമ്പർ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ് കോഡും സ്റ്റേറ്റും ഇവിടെ കാണിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് സെയിൽസ്മാൻ ആണ്. അപ്പോൾ സെയിൽസ്മാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച സെയിൽസ്മാൻ ഇവിടെ ഷോ ചെയ്യും. നമുക്ക് ആ സെയിൽസ്മാനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏരിയ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാവുന്നതാണ്. ഏരിയ കോഡ്, പ്രൈസ് കാറ്റഗറി, നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന പ്രൈസ് കാറ്റഗറി. ഈ കസ്റ്റമർക്ക് നമ്മൾ ഫിക്സഡ് ആയിട്ടൊരു പ്രൈസ് കാറ്റഗറി വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ നേരത്തെ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ 5 തരം പ്രൈസ് കൊടുത്തതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രൈസ് ചൂസ് ചെയ്ത് വെക്കാം. അതില്ലാതെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഈ കസ്റ്റമർ വരുന്നത് നമുക്ക് ബിൽ വൈസ് സെറ്റിൽമെൻ്റ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബിൽ വൈസ് സെറ്റിൽമെൻറ്റ് നമുക്കിവിടെ എനേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ കസ്റ്റമർക്ക് നിങ്ങൾ ക്രെഡിറ്റ് ലിമിറ്റ്, ക്രെഡിറ്റ് ഡേയ്സ്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, ഏജൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനതിനെ കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടുന്ന് F5 വിളിച്ച് കഴിഞ്ഞാൽ ഏജൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഏജൻറ്റിനെ ഇവിടെ ഷോ ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഏത് ഏജൻറ്റാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ അടിക്കാവുന്നതാണ്. സേവിന് ഷോർട്ട് കട്ട് വരുന്നുണ്ട്. നമുക്ക് F10 ആണ്. F10 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ Ctrl+N അടിച്ചാലും ക്രിയേഷൻ ബട്ടൺ എനേബിൾ ആയിരുന്നതായിരിക്കും. നമുക്കൊരു സപ്ലയറെ ക്രിയേറ്റ് ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ്. നമുക്കൊരു ലയബിലിറ്റി സെൻറ്ററിൽ സപ്ലയർ ഓപ്ഷൻ എനേബിൾഡ് ആയിരിക്കും. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴോ സെയിൽ ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് കസ്റ്റമറോ സപ്ലയറെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.